ദുൽഖർ എന്നെ അഭിനയിപ്പിച്ചിട്ടുണ്ട്. അഭിനയിക്കുമെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അഭിനയിക്കുകയൊക്കെ ചെയ്യും. ദുൽഖർ ആക്ഷനൊക്കെ പറയാം. മോഹൻലാൽ മമ്മൂട്ടി എന്ന് പറയുന്ന അവരെങ്ങനെ ഹൗ ദേ ആർ doing portraying comedy എന്നുള്ളത് What they told me is the minute you try acting comedy, it's dead there. അമ്മാവനാണ് മമ്മൂട്ടി. അദ്ദേഹം തനിച്ച് കഷ്ടപ്പെട്ടു വന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ആരും ബാക്ക്ഗ്രൗണ്ട് ഇല്ലായിരുന്നു. ചിലത് രണ്ടെണ്ണം ഇറ്റ്സ് വെരി മച്ച് സ്റ്റീരിയോടിപ്പിക്കൽ മരം ചുറ്റി പ്രേമം പാട്ടുപാട് ഡാൻസ് കളിക്കുക. ഐ ഡോണ്ട് വാണ്ട് ടു ഡു ദാറ്റ്. ഒരു ഭാര്യയോ കാമുകിയായിട്ട് ജസ്റ്റ് അവിടെ നിന്ന് പ്ലേസ് ചെയ്യാനാണെങ്കിൽ ഐ ഡോണ്ട് ഫീൽ ദാറ്റ് ചാലഞ്ചിങ്. എന്തിനാ അങ്ങനെ ചെയ്യണം? അങ്ങനെ ചെയ്തിട്ട് ഓക്കെ നായികയാണ്, എനിക്ക് കുറച്ച് ഫൈനാൻഷ്യലി ബെനിഫിറ്റ് കിട്ടും, പോസ്റ്ററും ഉണ്ടാകും, കുറച്ച് ആൾക്കാർ അറിയും. ബട്ട് വാട്ട് ഇസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ വാട്ട് ഇസ് ദ യൂസ് ഓഫ് ദാറ്റ് എന്ന് എന്നോട് ചോദിക്കാറുണ്ട്. മോനെ നിനക്ക് പഴംപൊരി വേണോ, നീ ചായ കുടിക്കുമോ? ഞാൻ പറഞ്ഞത് ലാൽ സാറെ പഴംപൊരി ഒക്കെ കഴിച്ചാൽ വണ്ണം വെക്കത്തില്ല ലാലേട്ട് സാർ. മോനെ വല്ലപ്പോഴും അല്ലേ പഴംപൊരിയൊക്കെ കഴിക്കാൻ പറ്റുമേ. That once my Malayalam films started releasing, everybody got to see the Malayalam films that I did and they were all shocked that this is Laxmi Raai. Future, I want to see myself behind the cam. I want to be a director maybe in the future. That's what I see myself as. Okay. എനിക്കത് വേണം, അതിങ്ങനെ തന്നില്ല ഔട്ടതാന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ടർ പറയുമ്പോൾ ആർട്ടിസ്റ്റ് എന്ന് പറയാൻ തകർന്നു പോകും. People who are giving me roles in other languages, they were all giving me glamorous roles. And always, what do you say, commercial roles. I think other languages have commercialized you and made you. Yes. Nobody used me as an actor. You don't use makeup in here, right? Malayalam. I don't use because all the directors who have shot me in Malayalam, they've said, please no makeup, you're beautiful like this. We want you to look real. We want you to look what Laxmi Raai is. DNA ടീമാണ് ഇന്ന് നമ്മളോടൊപ്പം മീഡിയ വണ്ണിലുള്ളത്. Reji Koshy, റായ് ലക്ഷ്മി, അഷ്കർ സൗദാൻ. സ്വാഗതം. Thank you. അപ്പം റായ് ലക്ഷ്മി നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു മലയാളത്തിലെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്, വളരെ മെമ്മറബിൾ ആയിട്ട് റോൾസ് എല്ലാം ചെയ്തിട്ടുണ്ട്. ബട്ട് അതെല്ലാം ആളുകൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പീപ്പിൾ സ്റ്റിൽ റിമെമ്പർ യു. ഈവൺ ആഫ്റ്റർ 3 years എല്ലാവരും ഭയങ്കര ഇഷ്ടത്തോടെയാണ് റായ് ലക്ഷ്മിയുടെ തിരിച്ചുവരവിനെ കാണുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു എക്സ്ട്രാ സന്തോഷം എന്ന് പറയുന്നത് തിരിച്ചു വരുമ്പം ഒരു പെയറായിട്ടല്ല, ഒരു സ്റ്റാൻഡ് അലോൺ റോളിലാണ് തിരിച്ചു വരുന്നത്. സോ ഒരു ആക്ട്രസ് എന്നുള്ള നിലയിൽ അതൊരു ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് ആണോ അങ്ങനെയും കൂടെ തിരിച്ചു വരുന്നത്? Yes, I'm very happy with this role and it's my first try in Malayalam. எனக்கு வந்து இந்த மாதிரி ஸ்டாண்ட் அலோன் கேரக்டர்ஸ் வந்து அவ்வளோ மேபி டூ ஹரிஹரநகரில் தனியாக இருந்தது, நாட் ஆஸ் அ பேர். But as a strong role, as a strong portrayal, as a strong character, idu vandu oru IPS role enakku first time Malayalam la. I think it's like updating myself into Malayalam industry in terms of being an actor. எனக்கு வந்து எப்போ ஒரு நல்ல ரோல்ஸ் தான் கிடச்சிருக்கு மலையாளம் படத்தில் வந்து. ஸோ ஐ திங்க் getting this role was an added advantage to me and I wanted to take it up as a challenge and I wanted to do something that is completely independent also and see, you know, how I can pull it off in Malayalam industry. And I don't know what it is after such a long gap that I'm coming back with DNA, but that attachment with my Malayalam fans is more deep. Like whenever I have gone back and I have come back, they've always welcomed me with the same love, same affection, with so much warmth that they never make me feel that I was away for so long. ഇപ്പം 4 വർഷത്തോളം ഈ സിനിമയോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു തുടക്കത്തിൽ കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട് എങ്കിലും ഈ ഒരു സിനിമയോടൊപ്പം നമ്മൾ ഒന്ന് ലോഞ്ച് ചെയ്യപ്പെടുക അല്ലെങ്കിൽ നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ, നമ്മളൊരു സിനിമയിൽ നായകനായിട്ടുള്ള ആ സിനിമ പെട്ടെന്ന് വരണം, അങ്ങനെയാണ് കരിയർ ബിൽഡ് ചെയ്യുക, അടുത്ത സിനിമയിലേക്ക് പോകാൻ കഴിയാന്നൊക്കെ ഉള്ളത്. അപ്പം 4 വർഷത്തോളം ഈ സിനിമയുടെ കൂടെ സഞ്ചരിക്കാൻ ഒരു വളരെ ഹൂക്കിംഗ് പോയിന്റ് ആയ കാരണം എന്തായിരുന്നു? ഇത്രയും സമയം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാനൊക്കെ? ഞാൻ ഈ ഒരു സിനിമയല്ല, ഞാൻ കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. സിനിമകൾ ചെറിയ ചെറിയ സിനിമകൾ, ചെറുതെന്നല്ല, സിനിമകൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് അഭിനയിക്കാൻ, ചെറിയ വേഷങ്ങൾ ചെയ്തു. ആൽബം, അങ്ങനെ കുറേ ആൽബംസ്, സീരിയൽസ്, അങ്ങനെ ചെറിയ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ചു. അങ്ങനെ കുറേ അഭിനയിച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ റായ് ലക്ഷ്മി മേഡത്തിൻ്റെ കൂടെ വില്ലനായിട്ട് അഭിനയിച്ചിരുന്നു തമിഴിൽ. എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി സൗകാർപേട്ടയിൽ. അത് കഴിഞ്ഞ് വലിയൊരു ഭാഗ്യമാണ്. ഞങ്ങളുടെ DNA സിനിമയിൽ മേഡം മെയിൻ ക്യാരക്ടറാണ് ചെയ്യുന്നത്. മേഡമാണ് എല്ലാവരെയും കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നത്. 4 വർഷം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്രിപ്റ്റ് കാര്യങ്ങൾ, അതിൻ്റെ കഥ റെഡി ആണമായിരുന്നു. പിന്നെ പ്രൊഡ്യൂസർ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. KV അബ്ദുൽ നാസർ എന്ന് പറഞ്ഞ ബെൻസി പ്രൊഡക്ഷൻസിൻ്റെ പ്രൊഡ്യൂസർ,
അദ്ദേഹം എന്നെ സപ്പോർട്ട് ചെയ്തു. അദ്ദേഹം പറഞ്ഞു അഷ്കർ ഒരു കഥ കൊണ്ടുവരണം, ഒരു കഥ നോക്കൂ, നമുക്കൊരു പടം ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരിക്കലും ഒരു പ്രൊഡ്യൂസർ ആരും സപ്പോർട്ട് ചെയ്തു. എന്നോട് എന്തോ എന്താ പറയുക, ദൈവത്തെ പോലെ ഒരാൾ വരും എന്ന് പറയുക, ഓരോ ടൈം ഇത്ര വർഷം കഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കില്ലേ നമ്മുടെ ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കി വന്നൊരു അദ്ദേഹം. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നോർത്ത് വരുന്ന ഒരു പ്രൊഡ്യൂസറായിരുന്നു, വന്നൊരു പ്രൊഡ്യൂസറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പം മൂന്ന് പടം ഞാൻ കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ഓർഡർ. ഇപ്പം 3 പടം ബെൻസി പ്രൊഡക്ഷന് കഴിഞ്ഞു. അപ്പം അദ്ദേഹം വന്നു. അങ്ങനെയാണ് ടി എസ് സുരേഷ് ബാബു സാറിൻ്റെ അടുത്തെത്തുന്നതും. അദ്ദേഹം എന്നെ നായകനാക്കാമെന്ന് പറയുന്നു. പിന്നെ AK സന്തോഷ് സാറ് വരുന്നു, അതുപോലെ രവിചന്ദ്ര സാറ് ക്യാമറ ചെയ്യുന്നു, ജോൺ കുട്ടി എഡിറ്റർ, അങ്ങനെ ഒരുപാട് വലിയ എല്ലാവരും വലിയ നല്ല എല്ലാം നല്ല കഴിവുള്ള ടെക്നീഷ്യൻസ് ആണ്, ആർട്ടിസ്റ്റ് ആണെങ്കിലും. അങ്ങനെ റായിജി വരുന്നു, അതുപോലെ ഹന്ന റെജി കോശി എൻ്റെ നായികയായിട്ട് വരുന്നു. അപ്പം ബാബുവിനുണ്ട്, ഇതിനകത്ത് തന്നെ ഒരു വലിയ ഒരു അത്രയും വലിയൊരു ഒരുപാട് കാസ്റ്റിംഗ് ഉണ്ട്. നമ്മുടെ രഞ്ജി പണിക്കർ തൊട്ട് എല്ലാവരും അതുപോലെ ഒരുപാട് പേര്, ഒരുപാട് അജു വർഗീസ്, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ. ആരെ പേര് നമുക്ക് പറയാം, ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട്. രതീഷേട്ടൻ്റെ മോൻ പത്മരാജുണ്ട്. രതീഷേട്ടനൊക്കെ എനിക്ക് കുഞ്ഞുനാളിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ, കുഞ്ഞുനാളിലല്ല ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ സീരിയലിൽ അഭിനയിച്ചാണ് രതീഷേട്ടൻ്റെ കൂടെ. അപ്പോൾ രതീഷേട്ടൻ്റെ മോൻ ഇതിൽ പടത്തിലുണ്ട്. നല്ലൊരു പടമാണ്. എല്ലാവരും കഷ്ടപ്പാടാണ് ഈ സിനിമ. 100 ഡേയ്സോളം ഷൂട്ട് പോയ മൂവിയാണ്. ഇപ്പം ഇതുവരെ ചെയ്തു വെച്ചിട്ടുള്ള വേഷങ്ങൾ വെച്ചിട്ട് ഹന്നയുടെ ഒരു കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ കുറച്ചൊരു മെച്യൂരിറ്റി ഉള്ള വേഷങ്ങൾ, അല്ലെങ്കിൽ അങ്ങനത്തെ വേഷം, ഇപ്പം രക്ഷാധികാരി ബൈജു ആണെങ്കിലും ഈവൻ കൂമനിലെ ഒരു ഫൈനൽ ട്വിസ്റ്റ് ഒക്കെ വരുന്ന ആ വേഷങ്ങളിലൊക്കെ എവിടെ ഒരു മെച്യൂരിറ്റി ഉള്ള കഥാപാത്രങ്ങളാണ് വന്നിട്ടുള്ളത്. നമ്മൾ ചിലപ്പോൾ നായകന്മാരുടെ ഒക്കെ ഒരു തുടക്കത്തിൽ കുറച്ചൊരു ബബ്ലി ക്യാരക്ടേഴ്സ് വരും, അതിനുശേഷം കുറച്ചുകൂടെ സീരിയസ് റോൾസ്, അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ ഇത് ജമ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ കുറച്ച് അങ്ങനത്തെയാണ്. എങ്ങനെയാണ് ഈ ക്യാരക്ടേഴ്സിലൊക്കെ ഈ ഒരു സീരിയസ്നെസ് അല്ലെങ്കിൽ ഒരു മെച്യൂരിറ്റി വന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഫേസ് പെട്ടെന്ന് അങ്ങനെയായിരുന്നു. ഇപ്പം തീർപ്പ് മൂവി ആണെങ്കിൽ, കൊറോണ പേപ്പർ, കൂമൻ, രക്ഷാധികാരി, ഓൾ ദീസ് മൂവീസ് ഇവിടെ എല്ലാം അതിനകത്ത് ലൈക്ക് യു സെഡ് ഇറ്റ്സ് എ സീരിയസ് ടൈപ്പ് ആണ്, സീരിയസ് വേഷങ്ങളാണ്. സോ ദാറ്റ് ഈസ് നോട്ട് മീ. സോ മീ ബീയിങ് എൻ ആക്ട്രസ് അത് അങ്ങനെ വരുന്നു. പക്ഷേ ഐ തിങ്ക് എവ്രി വൺ ഇസ് ലൈക്ക് ദാറ്റ്. അപ്പം ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വരുമ്പോൾ നമ്മളൊരിക്കലും നമ്മുടെ പേഴ്സണൽ ക്യാരക്ടർ അവിടെ കൊണ്ടുവരുന്നില്ല. സോ ഐ പേഴ്സണലി ഡിഡ് നോ വെദർ എനിക്ക് ആക്ട് ചെയ്യാൻ പറ്റുമെന്ന് പോലും അറിയത്തില്ലായിരുന്നു. കഥാപാത്രം തന്നു, നമ്മൾ സ്ക്രീനിൽ അഭിനയിച്ച് നോക്കി, ദേ അപ്രൂവ്ഡ്. സോ ഐ ന്യൂ ഐ ക്യാൻ ഹാൻഡിൽ മെച്യൂർ ക്യാരക്ടേഴ്സ്. സോ അങ്ങനെ ചെയ്തുള്ളൂ. ബട്ട് ഈ മൂവിയിൽ RJ ആയിട്ടാണ് ഹന്ന. I mean, her name is also Hannah Alexander. Okay. So that is not my character though. പക്ഷേ എന്നാലും she is kind of bubbly. So എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട്. It's okay, I can handle it well. സോ അത്രയേ ഉള്ളൂ. ഞാൻ ഒരിക്കലും ചൂസി ആയിട്ടില്ല. എനിക്ക് വന്നു ചേരുന്നത് ഓർന്നു. പക്ഷേ ഞാൻ ചൂസ് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ, ടൈപ്പ് കാസ്റ്റിംഗ് ആവാണ്ടിരിക്കാൻ ചൂസ് ചെയ്യാറുണ്ട്. ഇപ്പം മേ ബി നെക്സ്റ്റ് ടൈം അടുത്തൊരു മൂവിയിൽ RJ ആണെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ ടേക്ക് അപ്പ്. അറിയത്തില്ല, ബിക്കോസ് ഐ ഡോണ്ട് വോണ്ട് ടു. മേ ബി വേറെ എന്തെങ്കിലും സംതിങ് ഡിഫറെൻറ്റ് റോൾ ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം. ഐ ലവ് മിക്സിങ് ഗ്രേ ആൻഡ് വൈറ്റ് ഷെയ്ഡ്സ്. വേറെ എനിക്ക് തന്നെ എന്നെ തന്നെ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ ദാറ്റ്സ് ഓൾ. ഞാൻ കൂടുതൽ എന്താ പറയുക, നോട്ട് സോ മച്ച് ഫോക്കസ്ഡ് ഇൻ ഇങ്ങനൊരു സാധനം ചെയ്യണം എന്നല്ല, ബട്ട് വേഴ്സിറ്റാലിറ്റി. അതാണല്ലോ ആസ് എൻ ആക്ട്രസ് എപ്പോഴും നോക്കുന്നത്. ഇപ്പോൾ RJ ആണെന്ന് പറയുന്നു, ഒന്നും പറയാൻ പറ്റത്തില്ല. ഞങ്ങൾ സസ്പെൻസ് ത്രില്ലർ ആയതുകൊണ്ട്, ക്രൈം സ്റ്റോറി ആയതുകൊണ്ട് RJ ആണോ പോലീസാണോ വില്ലനാണോ ഒന്നും പറയാൻ ആർക്കും പറയാൻ പറ്റും, ഒന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ, അതാണിപ്പം എൻ്റെ കഥാപാത്രങ്ങൾ അങ്ങനത്തെ ഒരു ലൈക്ക് എന്താ പറയുക, ഐ ആം നോട്ട് സോ ചൂസി. സോ ദാറ്റ്സ് ഇറ്റ്. TNA-ലേക്ക് വന്നു കഴിഞ്ഞാൽ സോ മെനി ക്രൈം ത്രില്ലേഴ്സ് ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇപ്പം ഈ അടുത്ത് തന്നെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ ഗോളം വന്നിട്ടുണ്ട് ഫൈനലി. അപ്പം എല്ലാ സിനിമകളും വരുന്നുണ്ട്. ഇപ്പോൾ തലവനുണ്ട്. പക്ഷെ എല്ലാത്തിനും ഉള്ളൊരു നമ്മൾ ആ സിനിമകളിലേക്ക് ക്രിയേറ്റേഴ്സിനോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതിനൊരു ഇതിൻ്റെ ഒരു മെറിറ്റ് എന്ന് പറഞ്ഞാൽ, ബിക്കോസ് എല്ലാ ടൈം ആളുകൾക്ക് ദെൽ ബി എ ക്യൂരിയോസിറ്റി ഇൻ ക്രൈം ത്രില്ലേഴ്സ്. സോ ഇറ്റ്സ് ലൈക്ക് എ ഷുവർ ഷോട്ട് ഓണർ. പക്ഷെ അതേസമയം ഇഫ് ദർ ഇസ് ഇൻ സംതിങ് ന്യൂ, ആളുകൾക്ക് അത് വർക്ക് ആവാനും, ബിക്കോസ് അത് ഓൾറെഡി ഒരുപാട് കണ്ടിട്ടുള്ളതുകൊണ്ട് വർക്ക് ആവാനും പ്രയാസമാണ്. സോ DNA ഭയങ്കര ഒരു സ്പെഷ്യൽ ആക്കുന്ന ഫാക്ടറും നിങ്ങൾക്ക് 3 പേർക്കും ലൈക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയ ഒരു പോയിന്റ് എന്തായിരിക്കും? See, I think it has multiple suspenses. The thing is twist and turns, multiple interesting scenes where in the film, throughout the film when you start watching it, you'll feel every character, you will have a doubt on every character. Okay. Yeah. So you will not be able to figure out until the last who is the main person. It's so confusing. The screenplay is made in such a way that we being an actors, when we were seeing the film, we are like, what we did was real or there's something else? You know, even we got confused.
So the screenplay and the story is so playful that you'll start suspecting on every character, and that's the best part. And crime thrillers are always all about having these edgy scenes, right? But every story has a different demand and different narration. So I think the narrative of this film is very differently done, very stylishly done. At the same time, every character in the film you feel that there is something that is behind this character. There is some flashback behind this character. Then you will be proven wrong. Then you say, no, it's not that, it's this. So there is a doubt every now and then that's hyping up the script or the movie. And at the end, you will get to know what is it. ഇപ്പോൾ മലയാളത്തിൽ ചെയ്തിട്ടുള്ള വേഷങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഒരുവിധം എല്ലാ വേഷങ്ങളും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ബട്ട് ഒരു യൂഷ്വലി ഇപ്പം നായികമാർക്ക് കോമഡി കൈകാര്യം ചെയ്യാൻ വളരെ കുറവാണ് കിട്ടുക. ബട്ട് റോക്ക് ആൻഡ് റോള് ഒരു ദോ ദ ക്യാരക്ടർ അങ്ങനെ ഒരു കോമഡി ഉള്ള എലമെന്റ് അല്ലെങ്കിൽ ആ സിനിമയുടെ സെറ്റിംഗ് അങ്ങനെയായിരുന്നു. ഇപ്പം മോഹൻലാലും കുറച്ചൊരു കോമിക് ചെറിയൊരു എലമെന്റ് ഉള്ളതായിരുന്നു. ചട്ടമ്പിനാടിലും ഈവൻ എസ്പെഷ്യലി പക്ഷേ റായ് ലക്ഷ്മി ഗംഭീരമായിട്ട് കോമഡി കൈകാര്യം ചെയ്തതെന്ന് തോന്നുന്നത് അണ്ണൻ തമ്പിയിലാണ്. Because that character that had element. So I want like 2 questions. One is മോഹൻലാൽ മമ്മൂട്ടി എന്ന് പറയുന്ന ഭയങ്കര മാസ് പരിവേഷമൊക്കെ ചെയ്യുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള റോളുകൾ ചെയ്യുന്ന ആൾക്കാർ അവരുടെ കൂടെ റിപ്പീറ്റ് ആയിട്ട് ചില കോമഡി അവരെങ്ങനെ ഹൗ ദേ ആർ ഡൂയിങ് പോർട്രേയിങ് കോമഡി എന്നുള്ളത് സോ ലൈക്ക് അവരുടെ നിന്ന് എന്തെങ്കിലും വളരെ യൂണീക്കായിട്ട് ഫീൽ ചെയ്തോ അല്ലെങ്കിൽ സംതിങ് യു ലേൺഡ് ആൻഡ് കോമഡി വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് ബീയിങ് എ ലൈക്ക് ആക്ട്രസ് ലീഡ് ആക്ട്രസ് എങ്ങനെയാണ്? See, what I learned from them when they were doing scenes with me, they are very effortless actors, and what they told me is the minute you try acting comedy, it's dead there. You can't. You have to just be yourself and live with the moment. There are many other artists to support you. So it was very new. So language is a barrier back then. Now at least I understand Malayalam. But at that point, actors like superstars like them, I used to see how they enact, how they react to everything. They're very spontaneous, and I have got roles where being in that role itself is a big comedy, having other comedians around, other artists around. So I think I could pull that off easily, but I don't think I have, I was trying hard to be part of that comedy, and that's how I got a tip from them. It's like, just be yourself. We will all support you, and just understand this is the meaning, this is the thing. So I think it's a combination, I don't think I can ever pull off a comedy scene all by myself because I need that kind of an experienced comedy actors around me for me to also highlight it. So I think it was a teamwork, and I think Annan Thambi, Thenmuli, one character which she was so real and naive in that film that she speaks Tamil in the film. So I think I knew Tamil, that's why I could pull that comedy scenes easily. The scene where she comes with a bag. Yeah, with all the robbed gold and all of that. Yes. It was very funny. Yeah, it was very funny. At the same time, I knew that language. Yes, it helps. So that helps. When you're doing a comedy scene, it's very important to know a language, to have the timing. It's all about timing, nothing else. So that's what I learned from them, and it worked. ഇപ്പം മമ്മൂട്ടിയായിട്ടുള്ള ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒരുപാട് കേൾക്കുന്നുണ്ട്, സ്വാഭാവികവും. മലയാളത്തിൽ അങ്ങനെ മൂവി ഫാമിലീസ് കുറവാണ്, ബട്ട് ആക്ടേഴ്സിൻ്റെ മക്കൾ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് ആയിട്ടുള്ളവരൊക്കെ വരുന്ന സമയത്ത് ഇപ്പം നമ്മൾ ഈ നെപ്പോട്ടിസത്തെ പറ്റിയിട്ടൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടാവും. പക്ഷേ അഷ്കറിൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് തുടങ്ങുന്ന ഒരുപാട് പടങ്ങളിൽ അങ്ങനത്തെ വേഷങ്ങൾ ചെയ്യുന്നു, ആൽബംസ് ചെയ്യുന്നു. ലൈക്ക് ഈ ഔട്ട്സൈഡർ എന്നൊക്കെ പറയാൻ പറ്റില്ലെങ്കിലും അങ്ങനത്തെ ഒരു കരിയർ ഗ്രാഫ് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക. അല്ലാണ്ട് ഒരു ലോഞ്ച് ചെയ്യപ്പെടുക എന്നുള്ള കാര്യങ്ങളൊന്നും ഇല്ല. സോ എന്നാലും ആളുകൾ കണക്ട് ചെയ്യുമല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് വേഷങ്ങൾ മമ്മൂട്ടിയുടെ ഒരു ബന്ധു ആയതുകൊണ്ട് നിങ്ങൾക്ക് വേഷങ്ങൾ എളുപ്പത്തിൽ ലഭിച്ച് കാണില്ലേ? അത്തരം ചോദ്യങ്ങൾ വരുന്ന സമയത്ത് എൻ്റെ കരിയർ ഇങ്ങനെയാണെന്നാണോ മറുപടി കൊടുക്കാറുള്ളത്? എങ്ങനെയാക്കും അത്തരം ക്വസ്റ്റ്യൻസിനെ നമ്മൾ നേരിടുക? എൻ്റെ കരിയർ ഇങ്ങനെയാണ്. എൻ്റെ അമ്മാവനാണ് മമ്മൂട്ടി. അദ്ദേഹം തനിച്ച് കഷ്ടപ്പെട്ടു വന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ആരും ബാക്ക്ഗ്രൗണ്ട് ഇല്ലായിരുന്നു. എനിക്കിപ്പോൾ എൻ്റെ അമ്മാവനാണ് മമ്മൂട്ടി എന്ന് പറഞ്ഞ്
എനിക്ക് വേഷം തന്നേ പറ്റുള്ളൂ, ഈ സിനിമയിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആരും ബലം പിടിച്ച് എനിക്ക് അഭിനയിക്കണമെന്ന് പറയാം. നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് വരിക എന്നുള്ളൂ. ഒരിക്കലും ഒരു ഫിലിം ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ബാക്ക് സപ്പോർട്ടോ ഒന്നുമില്ല. നമ്മൾ തന്നെ നമ്മൾ തന്നെ കഷ്ടപ്പെടുക, നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ തന്നെ കഷ്ടപ്പെടുക. നമുക്ക് ഇഷ്ടമുള്ള എന്താണ്, എന്ത് മേഖലയാണ്. പിന്നെ ഞാൻ സിനിമയിലാണ് വരണമെന്ന് ആഗ്രഹിച്ച് വന്ന ഒരാളാണ്. ചെറിയ നമ്മുടെ ആൽബം ആണെങ്കിലും ജൂനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിലും സീരിയലിൽ അഭിനയിച്ചു, അങ്ങനെ വന്നു, ചെറിയ പടങ്ങൾ ചെയ്തു, അങ്ങനെ വന്ന ഒരാളാണ്. അപ്പം ഒരിക്കലും എനിക്ക് നെപ്പോട്ടിസം ഇതൊന്നും ഒരു കാര്യമില്ല. ഇപ്പം എത്ര നെപ്പോട്ടിസം സിനിമയിൽ എത്ര സപ്പോർട്ട് ഉണ്ടെങ്കിലും കഴിവില്ലെങ്കിൽ പോയില്ലേ, നമുക്കൊരു ഭാഗ്യ ഒരു സ്റ്റേജ് കിട്ടില്ല, ഒരു പ്ലാറ്റ്ഫോം കിട്ടിയില്ലെങ്കിൽ അവിടെ കട്ടോ. വിനീത് ശ്രീനിവാസനും പൃഥ്വിരാജൊക്കെ പറയുന്നുണ്ടായിരുന്നു ഫസ്റ്റ് മൂവി നിങ്ങളൊരു ഒരു സീറ്റ് കിട്ടും. അപ്പൊ വിനീത് ശ്രീനിവാസനാണല്ലോ, അവർക്ക് ഒരു സീറ്റ് കിട്ടും. അപ്പൊ വിനീത് ശ്രീനിവാസനാണല്ലോ ഇപ്പൊ പൃഥ്വിരാജാണല്ലോ, അവരുടെ കഴിവ് തെളിയിച്ച് അവർക്ക് കഷ്ടപ്പെട്ട് അവർ ചെയ്ത ഓരോ കാര്യങ്ങളാണ്. അപ്പൊ അവരെ അച്ഛനാണ്, ഇതാണ് ഞങ്ങൾ ഇങ്ങനെയാണ്, അത് പറഞ്ഞുകൊണ്ടല്ല. അപ്പൊ അവർക്കൊരു കഴിവുണ്ടല്ലോ, എല്ലാവർക്കും അവരുടെ കഴിവുകൾ തെളിയിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജും കൂടെ കിട്ടണം നമുക്ക്, ഒരു പ്ലാറ്റ്ഫോം. ആ പ്ലാറ്റ്ഫോം അവർക്ക് കിട്ടി, അവരതിനു വേണ്ടി കഷ്ടപ്പെട്ടു, അവർ ബോർഡ് റെഡിയാക്കി, അവന് ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു. അതുപോലെ ദുൽഖറും, അദ്ദേഹം മമ്മൂട്ടിയുടെ മോനാണെന്ന് പറഞ്ഞുകൊണ്ടല്ല, അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ട ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ദുൽഖറും വന്നത്. അപ്പം ഞാനും അതുപോലെ കഷ്ടപ്പെട്ട് വന്നതല്ല, നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു കാര്യം, എന്തെങ്കിലും പെർഫോം ചെയ്യാൻ പറ്റുന്നു, ക്യാമറയുടെ മുമ്പിൽ പെർഫോം ചെയ്യുക, പ്രേക്ഷകർ അംഗീകരിക്കുമോ. നിങ്ങളിപ്പം ഇപ്പം മമ്മൂട്ടിയേക്കാൾ കൂടുതൽ ഒരുപക്ഷെ നിങ്ങളുടെ കസിൻ ഗാങ് ആയിരിക്കുമല്ലോ കുറച്ചുകൂടെ ഒരു കമ്പനി, അല്ലെങ്കിൽ ഇപ്പം ദുൽഖർ, മക്ബൂൽ, ഇപ്പോൾ അഷ്കറുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു കസിൻ സെറ്റ്, ഇപ്പോൾ നമ്മുടെ തന്നെ കസിൻ ഗാങ് ആയിട്ട് നമുക്ക് കുറച്ചുകൂടി ഉണ്ടായിരിക്കും. നമ്മൾ അവരായിട്ടായിരിക്കും നമ്മുടെ ഡ്രീംസ്, നമുക്ക് വലുതാകുമ്പോൾ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ചൊരു ഗാങ് അടിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കുക. നിങ്ങൾ ഇപ്പോൾ മേ ബി അപ്പം നിങ്ങൾ ഈ കസിൻ ഗാങ് തമ്മിൽ ലൈക്ക് സിനിമ കാര്യങ്ങളൊക്കെ ചെറുപ്പം തൊട്ട് ഡിസ്കസ് ചെയ്യലുണ്ടായിരുന്നോ? ലൈക്ക് ആ ടൈം തൊട്ട് ഈ ആക്ടർ ആവണം അങ്ങനെ കാര്യങ്ങളായിരുന്നോ നിങ്ങൾ പരസ്പരം പറയാറുള്ളത്? ഞങ്ങൾ കുട്ടിക്കാലത്തുള്ള പരിപാടികൾ, കുളത്തിൽ ചാടുക, കളിക്കുക, കള്ളനും പോലീസും കളിക്കുക, അതെല്ലാം ഉണ്ടായിരുന്നു. ദുൽഖറും വരും, പെരുന്നാൾ സമയത്ത് ദുൽഖർ ഉണ്ടാവും. അല്ലാതെ ഇന്ന് അഭിനയിക്കണം എന്നൊക്കെ ദുൽഖർ എന്നെ അഭിനയിപ്പിച്ചിട്ടുണ്ട്. അഭിനയിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അഭിനയിക്കുകയൊക്കെ ചെയ്യും. ദുൽഖർ ആക്ഷനൊക്കെ പറയാം, അങ്ങനെ കുറേ ഇതുണ്ട്. അല്ലെ നമുക്കറിയില്ല, ഇപ്പോൾ ദുൽഖറിൻ്റെ തിരക്കിലായി, അല്ലെ മക്കളിൽ നമ്മൾ കാണുമ്പോൾ സംസാരിക്കുന്നില്ലാതെ നമ്മൾ ഫുൾ ടൈം സിനിമയുടെ കാര്യങ്ങൾ പറയാറില്ല. ഇപ്പം ഹന്ന ഒരുപാട് സിനിമകൾ എല്ലാ വർഷത്തിലും ബാക്ക് ടു ബാക്ക് അങ്ങനെ ധൃതി പിടിച്ച് ചെയ്യുന്ന പോലെ കരിയർ നോക്കുമ്പോൾ കിട്ടാറില്ല. അതുകൊണ്ടാണ് അങ്ങനെയല്ല, കിട്ടുന്നത് ഫിൽട്ടർ ചെയ്യാറുണ്ട്. നോട്ട് സോ മച്ച്, ഐ ഡോണ്ട് ഗെറ്റ് സോ മെനി ഓഫേഴ്സ്. പക്ഷെ നമുക്ക് ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് അങ്ങനെ ഒരു ഫ്രീഡം കിട്ടുമോ നമുക്ക്? ലൈക്ക് ഇല്ല, സി മേ ബി ബിക്കോസ് ഐ ആം വെരി മച്ച് അഡമന്റ് അബൌട്ട് ഡൂയിങ് സർട്ടൺ characters. Not everybody get that privilege to be adamant. Maybe because, okay, one thing would be my family is supporting me. Maybe financially papa and mama supporting background ഉള്ളോണ്ടായിരിക്കണം. എനിക്ക് financially struggling, I would have taken up everything. But as of now, by God's grace, ദൈവാനുഗ്രഹം കൊണ്ട് family is kind of supporting. But ഇപ്പം ഞാൻ ഇൻഡിപെൻഡന്റ് ഓൺ മൈ ഓൺ. ബട്ട് സ്റ്റിൽ വാട്ട് ഐ എം ടെലിംഗ് ഇസ്, എനിക്ക് ഇപ്പോൾ ഒരു 5 മൂവി വരുന്നുണ്ട് വർഷത്തിൽ, ചിലപ്പോൾ ഒരു 3-4 ഓഫേഴ്സേ വരത്തുള്ളൂ. അതിൽ ചിലപ്പോൾ ഞാൻ 2 ചെയ്യത്തുണ്ടാവുള്ളൂ. ഇപ്പോൾ അതൊട്ട് ഇപ്പം തന്നെ വെരി റീസെൻ്റ്ലി 4 or 5 മൂവീസ് ഞാൻ നോ പറഞ്ഞിരുന്നു. സിമ്പിൾ ബിക്കോസ് 2 or 3 are too much of grey shade and which is kind of എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില കഥാപാത്രങ്ങളാണ്. ചിലത് 2 ഇറ്റ്സ് വെരി മച്ച് സ്റ്റീരിയോടിപ്പിക്കൽ, മരഞ്ചുറ്റി പ്രേമം, പാട്ടുപാട്, ഡാൻസ് കളിക്കുക. ഐ ഡോണ്ട് വാണ്ട് ടു ഡു ദാറ്റ്. സോ ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ഒരു മെയിൽ പ്രൊട്ടാഗോണിസ്റ്റിന് ഫോർ ദ നെയിം സേക്ക് യു നീഡ് എ ഫീമെയിൽ കൗണ്ടർ പാർട്ട്. ആ മൂവിയിൽ ഒരു ഭാര്യയോ കാമുകിയായിട്ട് ജസ്റ്റ് അവിടെ നിന്ന് പ്ലേസ് ചെയ്യാനാണെങ്കിൽ ഐ ഡോണ്ട് ഫീൽ ദാറ്റ് ചാലഞ്ചിങ്. എന്തിനാ അങ്ങനെ ചെയ്യണം? അങ്ങനെ ചെയ്തിട്ട് ഓക്കെ നായികയാണ്, എനിക്ക് കുറച്ച് ഫൈനാൻഷ്യലി ബെനിഫിറ്റ് കിട്ടും, പോസ്റ്ററും ഉണ്ടാകും, കുറച്ച് ആൾക്കാർ അറിയും. ബട്ട് വാട്ട് ഇസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ വാട്ട് ഇസ് ദ യൂസ് ഓഫ് ദാറ്റ് എന്ന് എന്നോട് ചോദിക്കാറുണ്ട്. ലൈക്ക് ഇഫ് ഐ എം നോട്ട് ഏബിൾ ടു സാറ്റിസ്ഫൈ മൈ കൈൻഡ് ഓഫ് എൻ്റേതായിട്ടുള്ള ഒരു ആക്ടിങ് കരിയറിനെ എന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ എടുക്കാൻ നിൽക്കാറില്ല. സോ ലൈക്ക് ഐ സെഡ്, എൻ്റെ ഒരു സിറ്റുവേഷൻ ബൈ ഗോഡ്സ് ഗ്രേസ് ഫേവറിങ് ആയതുകൊണ്ട് ഞാൻ എല്ലാ സിനിമകളും ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പം വെരി റീസെൻ്റ്ലി ഐ വുഡ് സേ, ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്ന ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് സബ്ജക്റ്റ് എനിക്ക് കിട്ടി കലേഷ് രാമാനന്ദൻ്റെ കൂടെ. നിലേഷ് ഈസ് ദ ഡെബ്യൂ ഡയറക്ടർ, so SVK Productions. So I think I was happy doing that project because I was able to explore the versatility of my acting skills. ഞാൻ പോലും ലൈക്ക് ഒരിക്കലും എനിക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചതായിട്ടുള്ള പ്രകടനങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റി. ബട്ട് ഐ ഡോണ്ട് ഈവൻ നോ ഹൗ മച്ച് സാറ്റിസ്ഫൈങ് ഇറ്റ് ഇസ് ദാറ്റ് ടു ദി ഓഡിയൻസ്. അറിയില്ല, റിലീസ് ആവാൻ പറയാം, ബട്ട് ഐ ആം സാറ്റിസ്ഫൈഡ്. സോ എനിക്ക് അങ്ങനെ ചില മൂവീസ് വരാൻ ഞാൻ വെയിറ്റ് ചെയ്യാണ്. സോ ഐ വുഡൻറ്റ് ഡു ടു മെനി മൂവീസ്. ഐ വിൽ ഓൺലി ബി സെലക്റ്റീവ്. I want to do movies which satisfy me. So, Lakshmiയുടെ ഒരു ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ what was your career goal or your strategy while selecting a movie? And you have acted in
very different, like many different languages in South Indian and Hindi also. So do you have some, criteria for selecting a movie in Malayalam, selecting a movie in Tamil or in Telugu or even in Hindi? Do you have separate So I criteria? started with no goals because I was chosen. I think usually what happens is we choose which industry we want to go in when we are growing, right? So the offers came to me and I was picked by a director for a film, and that's how I came into this industry, because I have no film background as such in my family. So I was chosen one, and after that I struggled a lot. So when I was doing Tamil films and then I moved to Telugu, then I did Kannada. After that, the only one language in South which was left was Malayalam, and it took me a while, and I was thinking, I've done all the languages. If Malayalam, if I get something nice, I will do it. So with this idea and with this thought, when Rock and Roll came to me and it was with a superstar, I said nothing better can be a better debut for me with Lalitan. So, and a great director, Ranjit sir. So back then I didn't know how the project and how big that project was, but everybody helped me to say that it's a very big project and he's the superstar. And we all have seen Lalitan in Hindi films. So I have seen his movie in Hindi. So I was like, nothing bigger than this I will ever get. Okay, I've done all the 3 languages. Let me now get introduced in Malayalam. Okay. So that's how I made my debut in Malayalam. With that thought I came. But Malayalam became everything around my career. Like the roles I started playing in Malayalam movies, and I got certified as a great actor from Malayalam industry. I have done a lot of movies before that, but they say, when you come into Malayalam, because they are very realistic characters, you are not putting up an act here, and whether it's being subtle, being yourself, it's a different art here, altogether. When I do Malayalam films, I myself feel a huge difference when I do other films. So when I was showered by so many offers after Rock and Roll, then Anand Thambi, and back-to-back hits, I was given the certification that you have been approved in Malayalam industry. It was that kind of a feeling. So it was like a crown on my head, So I always felt that Malayalam in films have played a very important role in my career. Because people who are giving me roles in other languages, they were all giving me glamorous roles. And always, commercial roles. Yeah. I think other languages have commercialized you and made you yes. Nobody used me as an actor. You don't use makeup in here, right, Malayalathala? I don't use, because all the directors who have shot me in Malayalam, they've said, please no makeup, you're beautiful like this. We want you to look real. We want you to look what Laxmi Raai is. So very little, maybe a kajal. So when like in the first time when somebody says that you don't need makeup, that makes you very confident? Or Sai Pallavi was saying that in Premam, Alphonse Putran said it's a compliment of my parents' recipe. That's how I feel very proud, because if somebody says that, I always thought makeup is required for the camera. I didn't know that it's okay not to have a makeup. Because I was thinking maybe lights, lens makes us look differently, and we need to have makeup. I always was in that belief when I came into the industry. But Malayalam films have changed my way of looking at things and my perspective of what I knew before doing Malayalam films. So after doing this, I've hardly used makeup in any other films as well, until I've portrayed a very strong role where I'm supposed to look maybe a ghost or something where I need a makeup. So that's where I've used a lot of makeup. Being a ghost, I cannot be without a makeup. So only for ghost roles, I have put a lot of prosthetic makeup to make myself look scary. But yet people call me pretty ghost. So after all the efforts. But Malayalam industry has given me that confidence as an actor, as proving myself that I can also do realistic roles. I can do different kinds of serious based roles.
de-glam roles. You know, but nobody saw me with that vision that once my Malayalam films started releasing, everybody got to see the Malayalam films that I did and they were all shocked that this is Laxmi Raai. And that's how I started getting different roles in other languages. So they introduced the actor part of me. It was always there, maybe nobody touched it, nobody had the confidence, or till you don't get roles, you can't really tell people, right, that I can do this. What are actors? Actors are supposed to portray different roles. But if somebody typecast you, no, she's good for only glamour because she's so glamorous, she's so sexy, then you also kind of believe less in you. Maybe I'm meant for this. I never thought I would do a maid role in a Tamil film, Cinderella. I was like, how will I do a maid role? But because of Malayalam films, where I've done few glam roles, I thought that was a confidence that I can probably pull it off. So I think Malayalam films have given me a lot of confidence as an actor. It's very nice to hear. You both feel very like in a abhimanam undu ee industry True, it's true. What is true is true. റായിജി ചെയ്യുന്നൊരു വലിയൊരു കഥാപാത്രമാണ്, അതിൽ വലിയൊരു വ്യത്യസ്തമായ കഥാപാത്രമാണ് റേച്ചൽ പുന്നൂസ്. ഇപ്പം എങ്ങനെയാണ് ഇപ്പം മലയാള ഇൻഡസ്ട്രിയിൽ അഭിനേതാക്കൾക്കിടയിൽ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ? എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് മലയാള ഇൻഡസ്ട്രിയിൽ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും like people cheer up each other. If somebody's movie is very good, and even if they are not part of that movie, they'll post posters and everybody will write, you go and watch this movie. അത് മലയാളം ഇൻഡസ്ട്രിയിൽ ഭയങ്കരമായിട്ട് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ ഇൻഡസ്ട്രിയുടെ അകത്തുള്ള ആൾക്കാരാണല്ലോ, സോ അങ്ങനെ ഒരു ഫീൽ ഉണ്ടോ? അപ്പം ഒരു എന്താ പറയുക, ഒരു നമ്മുടെ ഒരു തരം സിസ്റ്റർഹുഡ്, ബ്രദർഹുഡ് കൈൻഡ് ഓഫ് ടുഗദർനെസ്. ഇഫ് പൃഥ്വിരാജ് വൺസ് ടോൾഡ്, ഇപ്പോൾ ഒരു മലയാളം മൂവി വർക്ക് ആവുകയാണെങ്കിൽ ഇറ്റ് ആക്ച്വലി ബെനിഫിറ്റ്സ് എവറിബഡി ഇൻ ദ ഇൻഡസ്ട്രി. സോ നിങ്ങളൊരു സ്റ്റാർട്ടിങ് സ്റ്റേജിലും അല്ലെങ്കിൽ കുറച്ചൊരു ഒരു കരിയർ ബിൽഡ് ചെയ്യുന്ന നിങ്ങൾ രണ്ടുപേരും മലയാള ഇൻഡസ്ട്രിയിൽ ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. ഡു യു ഫീൽ ദാറ്റ് ഇങ്ങനെ ഇൻഡസ്ട്രി പരസ്പരം ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യും, cheer-up ചെയ്യുന്നൊരു ഫീൽഡ്? That unity is very important. എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ആരും എല്ലാവരും ഒരു മേഖല, നമ്മുടെ ഫാമിലി പോലെയാണ്. മലയാള സിനിമ ആണെങ്കിലും ഏതാണ്, തമിഴാണെങ്കിലും എല്ലായിടത്തും എല്ലാവരും ഒരു ഫാമിലി പോലെ നടക്കുന്നില്ല. ഇപ്പം നമ്മുടെ മലയാള സിനിമയിൽ നല്ല പടങ്ങൾ വന്നു കഴിഞ്ഞാൽ അത്ര വലിയ സംഭവമാണ് നമ്മുടെ കേരളത്തിലാണെങ്കിലും ഇന്ത്യയാണ്. മലയാള സിനിമ വന്നു, അല്ലെ മോളിവുഡ് വന്നു, അല്ലെ തമിഴ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ആരും ആർക്കെന്തിനും ദ്രോഹം ചെയ്തിട്ട് ഒരു കാര്യമില്ല. എല്ലാവരും ജീവിക്കാൻ വേണ്ടി ലൈഫിൽ, അല്ലെങ്കിൽ നമ്മളെല്ലാവരും സിനിമയിൽ വന്ന സ്റ്റാറാകാൻ, അല്ലെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ ഒരു പണിയറിയാന്നുണ്ടല്ലേ. അല്ലാതെ ആരെയും പാര വെച്ചിട്ടോ അവർ നശിഞ്ഞു പോകണം, അല്ലെ അവർ മോശമാണെന്ന് ആർക്കുമില്ല. അവരവരെ കഴിവ് തെളിയിച്ച് വരിക, അവർ രക്ഷപ്പെടുക, അവർ സ്റ്റാർഡം, അത് സിനിമ അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ. ഇപ്പം DNA-യിൽ ഇപ്പോൾ TS സുരേഷ് ബാബുവിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകളുണ്ട്. പക്ഷെ ഇപ്പോഴും വീണ്ടും ഇപ്പോൾ ടർബോയുടെ റിലീസിന് ശേഷം കോട്ടയം കുഞ്ഞച്ചൻ പിന്നെയും ഇതിലുണ്ട്. ബിക്കോസ് ഒരു അവിടെ നിന്നുള്ള ഒരു അച്ചായം വേഷം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, ബട്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് രണ്ടും. അപ്പം നിങ്ങൾ കോട്ടയം കുഞ്ഞച്ചൻ കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ പറയാതെ പോയതിൻ്റെയൊക്കെ കഥകളൊക്കെ മുന്നേ പറഞ്ഞത് ഓർമ്മയുണ്ട്. അപ്പോൾ ഈ TS സുരേഷ് ബാബുവിൻ്റെ പടത്തിൽ നമുക്ക് അഭിനയിക്കാൻ കിട്ടുമ്പോൾ നിങ്ങൾ ചെറുപ്പത്തിൽ കണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമകളാവില്ല, അതൊരു ഹൈ നൽകുന്നുണ്ടായിരുന്നോ? ബട്ട് അറ്റ് ദ സെയിം ടൈം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ഒരു സിനിമ ചെയ്യുന്നത്. സോ നിങ്ങളായിട്ടുള്ള ഒരു കോൺവെർസേഷനിൽ ഇപ്പം പുതിയ കാലത്ത് എങ്ങനെയാണ് ചിന്തിക്കുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിക്കാറുണ്ടായിരുന്നോ? എങ്ങനെയായിരുന്നു TS സുരേഷ് ബാബു എന്നുള്ള ഒരു ഡയറക്ടറുടെ ഒപ്പം വർക്ക് ചെയ്തത് മൂന്ന് പേർക്കും? He's an absolutely a gem. I too loved working with him. I would love to work with directors like him because he inspires us so much. He gives us so much liberty to be an actor. He's from a different era also, no? So how does we didn't feel that at all. He's not at all old school. He's so upgraded. He's going with the generation. Tension തരത്തില്ലാത്തൊരു and if you see the film, you will never call him as an old director. Okay, from you have to see the film to believe that you'll be. He's a senior most technician and the director, but sometimes what happens is people are only stuck up to their era. But Suresh sir has done this DNA film as per today's time, but you see the screenplay, you see the quality of making. You can't say that he's from that generation. I can bet. I'm just waiting for the movie to come out, but old generation, new generation ഒന്നുമില്ല. ജനറേഷൻ അവരൊക്കെ എക്സ്പീരിയൻസ് ഉള്ള വലിയ ഡയറക്ടർ അല്ലേ.
അന്ന് മോണിറ്റർ ടൈം ഒന്നും No, but ഇല്ലാത്ത what she's ഷോട്ട് trying to say is, sometimes the old directors have this typical way of shot taking, typical way of making films. No, not at all. ഹന്നയ്ക്ക് ഇങ്ങനെ ഹന്ന ഇതുവരെ ചെയ്ത പടങ്ങളൊക്കെ കുറേം കൂടെ ഇപ്പൊ കുറേം കൂടെ കണ്ടംപററി ആയിട്ടുള്ള ആളുകളുടെ ഒപ്പമാണല്ലോ ചെയ്തത്. സോ വർക്കിംഗ് വിത്ത് സംബഡി ലൈക്ക് നമ്മൾ ചെറുപ്പത്തിൽ കണ്ടു വളർന്നിട്ടുള്ള നമ്മൾ റിപ്പീറ്റ് വാല്യൂടെ കാണുന്ന സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള ഒരു മേക്കറുടെ കൂടെ നിൽക്കുമ്പോൾ ഡിഡ് യു ഫീൽ സംതിങ് ഡിഫറെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോസസ്സ് ഭയങ്കര different essence, like I said, in future I want to see myself behind the cam. I want to be a director maybe in the future. That's what I see myself as. Okay. So see Priyanshan sir. So he doesn't see the monitor and all. Okay. കട്ടും എല്ലാ സാധനവും ഡിജിറ്റൽ ഒന്നും ഇല്ലല്ലോ, അന്ന് വർക്ക് ചെയ്ത ആളാണല്ലേ. Everything is in Corona mind. papers lo Yeah, so everything is mind. So same like that. Suresh sir also does the same thing. So that is something which we can admire. കാര്യം ഒരു സ്പോട്ട് എഡിറ്റ് ഉണ്ടായിട്ട് ഇന്ന സീനിൽ ഇന്ന ഇത് അടുത്ത എന്താണെന്ന് നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഡയറക്ടർ നോസ് എവറിത്തിങ് ഫ്രം സ്റ്റാർട്ട് ടു എൻഡ്. അവരുടെ മനസ്സിൽ മൊത്തം കറക്റ്റാണ്, ഇത്ര ഷോട്ട് ഇന്നത് വേണം, അവർക്ക് കണക്റ്റാണ്. വലിയ വലിയ ഡയറക്ടേഴ്സിന് അവർക്ക് അറിയാമല്ലോ എന്താണ്. ദാറ്റ് ഷോസ് ഇസ് എക്സ്പീരിയൻസ്. അപ്പം അങ്ങനെ ഡയറക്ടർ കൂടെ വർക്ക് ചെയ്യുമ്പം വാട്ട് ഐ പേഴ്സണലി ഫെൽറ്റ് വാസ് അദ്ദേഹത്തിന് അത് ഭയങ്കര ഈസാണ്. അതാണ് അവിടുത്തെ നടക്കട്ടെ, അത് ചെയ്യട്ടെ, ഇത് ചെയ്യട്ടെ. ബിക്കോസ് അവിടെ ഒരു സ്ട്രെസ് ഇല്ല, ടെൻഷൻ ഇല്ല. ചിലപ്പോൾ ന്യൂബി ഡയറക്ടേഴ്സിന് ഭയങ്കര സ്ട്രെസ് ആയിരിക്കാം. ഫോർ ഹിം ഹി വാസ് വെരി സ്ട്രെസ് ഫ്രീ. സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതെ, അതുകൊണ്ട് നടക്കും, അത് നടക്കേണ്ട പോലെ നടക്കും. അങ്ങനെയാണ്. ഫ്രീ ആയിട്ട് ഇവിടെ അഭിനയിച്ചു, കുഴപ്പമില്ല, വേണം അങ്ങനെ പറയുള്ളൂ. അല്ലാതെ നമ്മളെ ഒരിക്കലും ഒരു ഞാൻ വലിയ സംഭവമായിട്ട് പറയല്ല. നമ്മൾ ഒരുപാട് നമ്മളെ ആർട്ടിസ്റ്റുകൾക്ക് ഒരുപാട് സ്ട്രെസ് കൊടുക്കും. ആ ക്യാരക്ടർ എനിക്കത് വേണം, അതിങ്ങനെ തന്നില്ല, ഔട്ടതാന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ടർ പറയുമ്പോൾ ആർട്ടിസ്റ്റ് പറയാൻ തകർത്ത് പോകും. അത് മൈൻഡ് ഔട്ടോ. ഇത് ഫ്രീ, നിങ്ങൾ അഭിനയിക്കുക പോരാ, കുറച്ചും കൂടെ ഇത് അല്ലെ അത് കുറയ്ക്കൂ, അങ്ങനെയൊക്കെ പറയുന്നത്. ചൂടാവുന്നത് നമ്മൾ കണ്ടിട്ടേ ഇല്ല. സെറ്റിലൊന്നും ഒരു വോയിസ് ഇച്ചിരി ഒരു റേസ് ആവുന്ന very soft spoken person, very soft spoken. പിന്നെ അതുപോലെ നമ്മുടെ പ്രൊഡ്യൂസർ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു പ്രൊഡ്യൂസറാണ് അദ്ദേഹം, കെ വി അബ്ദുൽ നാസർ സാർ, ബെൻസി പ്രൊഡക്ഷൻസ്. നമ്മളെ സപ്പോർട്ട് ചെയ്ത് വലിയ ഇത്രയും വലിയ ഒരു 100 days പോയൊരു ഫിലിമാണ്, ഷൂട്ട് പോയൊരു ഫിലിമാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 year ഞങ്ങൾ ഇതിൻ്റെ ബാക്കി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. ഡബിങ്ങാണ്, റെഡി ചെയ്യാൻ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതാണ് ഇത്ര ലേറ്റ് ആയത്. ഇപ്പോൾ 14th റിലീസാണ്. ഒരു 3 days 4 days 3 days റിലീസാണ്. അപ്പോൾ ഭയങ്കര ഒരുപാട് പേര് കഷ്ടപ്പെട്ടു, എല്ലാവരും കഷ്ടപ്പെട്ടു. Coming Friday. ഈ ലക്ഷ്മി ഇപ്പോൾ ഗ്ലാമർ വേഷങ്ങളുടെ ഒരു കാര്യം പറഞ്ഞല്ലോ, പക്ഷെ അത് അന്ന് ഇപ്പം സിനിമ എല്ലാ ഇൻഡസ്ട്രിയിലായാലും ദ വേ ദേ പോർട്രേ വിമൻ അല്ലെങ്കിൽ പോർട്രേ ദ ഫീമെയിൽ ക്യാരക്ടേഴ്സ്, ഈവൻ ലീഡ് റോൾസ് ആണെങ്കിലും സപ്പോർട്ടിംഗ് റോൾസ് ആണെങ്കിലും അതിലൊക്കെ ഡു യു ഫീൽ ദർസ് എ ലൈക്ക് ഹ്യൂജ് ചേഞ്ച് how the film industries, whatever the languages, how they portray the women? Of course there is a huge change, and in fact women are getting a lot more stronger roles, and now we have these lady centric films also. Yes. Which the entire film is carried by the women. Okay, so they are the whole and soul of the film. So now the generation, the times have changed. So women are getting a lot more stronger roles, characters to play and portray. Based on all biopics are happening, real stories are happening. A lot, it's opened up in many different ways. You know, we have OTT platform, we have theaters, we have web series, we have digital movie. So a lot of platforms have opened up. So a lot of what do you say, varieties of scripts are coming in, and a lot of people are getting chances to play different great roles. So I think times have changed. Women are playing a lot more stronger roles in whether it's films or TV serials or reality shows to anything. ചില ഹിഡൻ ടാലന്റുകൾ അഷ്കറിനുണ്ടെന്നാണ് നമ്മൾ ചിലർ വഴി അറിഞ്ഞത്. ചിലർ വഴി അറിഞ്ഞിരിക്കുന്നു. He can sing. Not just that, he can mimic certain people. Yeah, he can dance also. I saw that today. He can dance also. He can dance, he can sing, he can mimic. ഇതില് മിമിക്കാണ് നമുക്ക് പെട്ടെന്ന്, പാട്ടും മിമിക്കായിരിക്കും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതങ്ങ് സെറ്റിൽ ആക്ച്വലി നമ്മുടെ സെറ്റിൽ ഹി യൂസ് ടു മിമിക് സുരേഷ് സർ, മമ്മൂട്ടി സർ, മോഹൻലാൽ സാറിന്റെ ഒക്കെ ചില ഗസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ കാണിക്കും. അത് നമുക്ക് കാണിക്കാം. എന്തായാലും you talk to Raiji in different 3 different styles. 3 different styles. This is Mammuka first ആണ്. எப்படி மம்மூக சார் கூப்பிடுறது? ராய் லக்ஷ்மி. லக்ஷ்மி எப்படி இருக்கீங்க?
நல்லா இருக்கும் நமக்கு. ലാൽ സാർ ஐயோ லட்சுமி எப்படி நீங்க எங்க சாப்பிட்டீங்களா? ലാലേട്ടൻ சாப்பிட்டேன். நல்லா சாப்பிட்டீங்க. അപ്പുറം സുരേഷ് ഗോപി കാണിക്കുന്നത് ലാലേട്ടനെ വന്നിട്ട് മരുന്നില്ല എനിക്ക് പെട്ടെന്ന് റായലജീനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ചമ്മല് സുന്ദരിയായ ഒരു മുഖത്ത് നോക്കി പെട്ടെന്ന് എനിക്ക് കിട്ടുന്നില്ല. ഞാൻ ലാലേട്ടൻ്റെ അടുത്ത് പോയൊരു ഇൻസിഡന്റ് പറയാം. ജസ്റ്റ് ലാലേട്ട് സാറിൻ്റെ അടുത്ത് ഞാൻ ലാൽ സാറിനെ കാണാൻ ഭയങ്കര ആകാംക്ഷ ഭയങ്കര കൊതിയായിട്ട് ഞാൻ പോയിരുന്നു ഒരുപാട് നാൾ മുമ്പ്. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി കണ്ടു. അപ്പോൾ അദ്ദേഹം ഇരിക്കാൻ പറഞ്ഞു, സംസാരിച്ചു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു പഴംപൊരി ഇരിപ്പുണ്ടായിരുന്നു അദ്ദേഹത്തിന് മുമ്പിൽ. ചായയൊക്കെ കുടിച്ചു. മോനെ നിനക്ക് പഴംപൊരി വേണോ, നീ ചായ കുടിക്കുമോ? ഞാൻ പറഞ്ഞു ലാൽ സാറെ പഴംപൊരിയൊക്കെ കഴിച്ചാൽ വണ്ണം വെക്കത്തില്ല ലാലേട്ട് സാർ. മോനെ വല്ലപ്പോഴും അല്ലേ പഴംപൊരിയൊക്കെ കഴിക്കാൻ പറ്റുമേ. സുരേഷ് ഗോപി സാർ അതിനതിൽ ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് പറഞ്ഞ സാധനം ഞാൻ അതിൽ പടത്തിൽ ചെയ്തിരുന്നു. അതിൻ്റെ സാധനം. ഓക്കെ, അപ്പം DNA ഒരു നല്ലൊരു ഗംഭീര പടമായിട്ട് വരട്ടെ. ഇതേപോലെ നമുക്ക് ട്രെയിലർ കാണുന്ന സമയത്ത് അതിനകത്ത് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൻ്റെ ഒപ്പം തന്നെ മറ്റു പല എലമെന്റ്സുകളും എൻജോയിങ് ആയിട്ട് എൻ്റർടൈനിങ് മേ ബി ലൈക്ക് വെരി എൻഗേജിങ് ആയിട്ടുള്ള എലമെന്റ്സ് നമുക്ക് ട്രെയിലർ പ്രോമിസ് ചെയ്യുന്നുണ്ട്. സോ ആ പ്രോമിസസ് ഒക്കെ ഫുൾഫിൽ ആവട്ടെ. നല്ലൊരു മൂവി ആയിട്ട് എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയട്ടെ. താങ്ക് യു സോ മച്ച്. Thank you so much.